ഹലോ നമസ്കാരം. ജെയിംജിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കുറച്ച് അപ്ഡേറ്റുകൾ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ബസൂക്ക, പിന്നെ ബാറോസ്, പിന്നെ ചിയാൻ വിക്രത്തിന്റെ ഒരു മൂവി, പിന്നെ നമ്മുടെ കടകൻ, ഇങ്ങനെ 4 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. പെട്ടെന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ പറയാനുള്ളത് ഏത് പറയും? ഭ്രമയുഗം. ഭ്രമയുഗത്തിന്റെ ട്രെയിലർ നാളെ 8:30 വരും എന്നെല്ലാവർക്കും അറിയാലോ. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ കാണുന്ന ആളാണ് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അത് കാണേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടാവുമല്ലോ. സോ അതിന്റെ ചെറിയൊരു 8 സെക്കൻഡിലെ ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. വേറൊന്നുമില്ല, വെറുതെ നാളെ വരും എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടുനോക്കാം. റെഡി. ട്രെയിലർ ഫ്രം ടുമോറോ. ഇത്രയുള്ളൂ. ഏതോ ഒരു നിഴലിന്ന് പറയാൻ പറ്റില്ല, ആ ചെറിയ ഈ ഡോർ വഴിയും അല്ലെങ്കിൽ ഈ ഓടിന്റെ ഇടയ്ക്കൂടെ വരുന്ന വെളിച്ചം, അങ്ങനെ ഒരു വെളിച്ചത്തിന് നടന്നു വരുന്ന മമ്മൂക്ക. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എന്താ വെച്ചാൽ ജസ്റ്റ് നമുക്കിങ്ങനെ വരുന്നേ ഉള്ളൂ, ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് വല്ല കഥാപാത്രങ്ങളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു മാനറിസം ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ വട്ടിയും കുത്തി പിടിച്ചു വന്ന് നോക്കുന്ന അത്ര സാധനമുള്ളൂ. പക്ഷെ എനിക്ക് എന്തോ അത് ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്തു. മാത്രമല്ല, നാളെയാണ് ട്രെയിലർ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 8:30 ട്രെയിലർ വരുന്നത്. ഓക്കെ, അപ്പോൾ ട്രെയിലർ എന്താവുമെന്നൊന്ന് കണ്ടറിയന്നെ വേണം. അത്രയും എക്സൈറ്റഡ് ആണ്. പിന്നെ 6 days to go എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൂടി തന്നിട്ടുണ്ട്. മറ്റേ കുത്തുവിളക്ക്. ഇത് തന്നെയാണ് കുത്തുവിളക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടോ, തന്നെ ആയിരിക്കും. അപ്പോൾ അതിന്റെ തിരി കെട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെന്തോ പറയാലോ, കെട്ടതിരിക്ക് എന്താ പറയാ, പറയാ കെട്ടതിരിക്ക് കരിന്തിരി. അപ്പോൾ അതിൽ നിന്ന് ഈ പുക കെട്ട് കഴിഞ്ഞിട്ട് പോകുന്ന പുകയിൽ ഇങ്ങനെ 6 എന്ന് കൊടുത്തിട്ട് 6 എന്ന് കൊടുത്തിട്ട് പരിപാടി. ജസ്റ്റ് അത് മാത്രമേ ഉള്ളൂ. February 15 പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതിന്റെ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്ററാണ്. ചില ആളുകൾക്ക് തമാശയായിട്ട് തോന്നാം, ചില ആൾക്ക് വലിയ സംഭവമായിട്ട് തോന്നാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് പോസ്റ്റർ. ചില ആൾക്ക് ഇതെന്താണ് കൊമ്പൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന രീതിയിൽ കമന്റ് വന്നിട്ടുണ്ട്. വാവ്, ഇത് അടിപൊളിയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമന്റ് വന്നിട്ടുണ്ട്. എനിക്ക് എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹോളിവുഡ് സിനിമകളിലൊക്കെ ഈ ഫാന്റസി മൂവീസ് ഒക്കെ കാണുകയാണ്. ഇപ്പൊ മാലഫിഷൻ പോലത്തെ സിനിമകളൊക്കെ കാണുകയാണെങ്കിൽ അതിലൊക്കെ ചില കഥാപാത്രങ്ങളുണ്ടാവും. അത്തരത്തിലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഞാനിത് പറയാൻ കാരണം, ഇത് ചെയ്ത ആർട്ടിസ്റ്റ്, പുള്ളിക്കാരന്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി, അതിന് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ കണ്ടപ്പോൾ എനിക്ക് രസമായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ഇത് കൈയൊക്കെ അടിപൊളിയുണ്ട്. ഭയങ്കര ഈ ശരിക്കും ഒരു മന്ത്രവാദി ലുക്ക് കൊണ്ടുവരാൻ ആള് ശ്രമിച്ചിട്ടുള്ളത്. ഭയങ്കര രസമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ ഇമേജ് അതിലെ ഫോട്ടോ തന്നെയാണ്, അത് വെച്ചിട്ടൊക്കെ എന്തൊക്കെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഒറ്റ ലുക്കിൽ മനോഹരം എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ബാറോസ്. ലാലേട്ടന്റെ ബാറോസ്. ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബന് ശേഷം വരാനിരിക്കുന്ന പ്രതീക്ഷയുള്ള സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ളത് തീർച്ചയായിട്ടും എംപുരാൻ ആയിരിക്കും. ഈ ബാറോസിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോഴും 2 വിഭാഗം ആളുകളുണ്ട്. ഒരു വിഭാഗം പറയുന്നത് ഇതൊരു കിടിലൻ പടമായിരിക്കും, ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു, ഒരുപാട് ടെക്നിക്കലി അത്രയും വലിയ വലിയ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് ഹോളിവുഡ് നടക്കം കുറെ ആളുകളുണ്ട്, പിന്നെ മാർഷൽ ആർട്സ് പഠിച്ച അങ്ങനത്തെ ഒരു ഫൈറ്റ് കാര്യങ്ങളുണ്ട്, 3Dയിലാണ്, പിന്നെ വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്, അതുകൊണ്ട് ഒരു കിടിലൻ സിനിമയായിരിക്കും എന്ന് പറയുന്നു. ഓൾമോസ്റ്റ് ഈക്വലി തന്നെ ഇത് വളരെയധികം ഫ്ലോപ്പ് ആയി പോകും എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലുള്ള, കാരണം ഷൂട്ടിംഗ് ഒരു തവണ ഷൂട്ട് ചെയ്തു, പിന്നീട് അത് മാറ്റിവെച്ചു. അപ്പോ അതിൽ കുട്ടിയായിട്ട് അഭിനയിച്ചിരുന്ന ആ കുട്ടിക്ക് കുറച്ച് ചേഞ്ചുകൾ വന്നു. അപ്പോൾ വീണ്ടും ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനത്തെ ഈ മുടങ്ങി വീണ്ടും ചെയ്ത് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ. പിന്നെ ലാലേട്ടൻ ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്ക് തീരെ പ്രതീക്ഷയില്ലായ്മ, ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ. അതായത് ഈക്വലി തന്നെ പോസിറ്റീവും നെഗറ്റീവും ഈക്വൽ ആയിട്ടുള്ള ഒരു അവസ്ഥ. അപ്പോൾ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് പക്ഷേ നല്ല പ്രതീക്ഷയാണ് കേട്ടോ. കാരണം 3Dയിൽ വരുന്ന സിനിമയാണ്. ഇതിലെ പോസ്റ്ററുകൾ അത്യാവശ്യം നല്ല പോസ്റ്ററുകളായിരുന്നു. പിന്നെ ഒരു ഫാന്റസി സംഭവമാണ്. മലയാളത്തിൽ നിന്നൊരു ഫാന്റസി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു എബോ ആവറേജ് ഫിലിം ആവുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ ഒരു ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നമുക്കുള്ള പരിമിതികളുണ്ടല്ലോ, അത് വെച്ച് നല്ലൊരു സിനിമ ഒരു എബോ ആവറേജ് ഫീൽ തന്നാൽ തന്നെ അതൊരു വലിയ വിജയമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ലാലേട്ടൻ അതിന്റെ ചെറിയൊരു പോസ്റ്റർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. വാച്ചിങ് ബാറോസ് അറ്റ് സോണി സ്റ്റുഡിയോസ് ഹോളിവുഡ് വിത്ത് മാർക്ക് കില്ലിയൻ ആൻഡ് ജൊനാഥൻ മില്ലർ ഫോർ ദ ഫൈൻ ട്യൂണിങ് ഓഫ് മ്യൂസിക് ആൻഡ് സൗണ്ട്. അപ്പം അതിൻ്റെ ട്യൂണിങ്ങിനും മ്യൂസിക്കിനും സൗണ്ടിനൊക്കെ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ സ്റ്റുഡിയോയിൽ ബറോസ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു.
ഒരു ടേബിളും അതിന്റെ പുറത്ത് ഏതൊക്കെയോ പേപ്പറും കാര്യങ്ങളും നോട്ട് പാഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ലാലേട്ടൻ പിന്നെ ഏഷ്യാനെറ്റിന്റെ മുതലാളിയാണോ എന്ന് ഡൗട്ട് ഉണ്ട്. പിന്നെ കുറച്ച് ഹോളിവുഡിലെ ഈ പറഞ്ഞ കുറച്ച് ആളുകളൊക്കെ, ഈ ജൊനാഥനും പിന്നെ മാർക്ക് കില്ലിയനും ഒക്കെ ഉണ്ട്. ഇങ്ങനെ കുറച്ച് ആളുകൾ അതിന്റെ പിറകിൽ ഈ സിനിമയിലെ സീനിലെ ഒരു രംഗമാണ് എന്ന് വിചാരിക്കാവുന്ന ഒരു പിക്ക്. ലാലേട്ടൻ മുട്ടക്കടിച്ച്, ലാലേട്ടൻ്റെ നമ്മൾ കണ്ടിട്ടുള്ള ലുക്കാണ് അത്. ഏതൊരു ടേബിളിൽ എന്തോ കൈ കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവം. അപ്പൊ അതിന്റെ ട്യൂണിങ്ങും മ്യൂസിക്കും മറ്റു പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോ അതാണ് കാണിച്ചിട്ടുള്ളത്. ലാലേട്ടൻ ഇവിടെ ഇരിക്കുന്ന ലുക്കിൽ കുറെ ചേഞ്ച് ഉണ്ട്. ഈ താടിയും ഈ മുടിയൊക്കെ പാടെ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചിട്ട് അത് എമ്പുരാന്റെ ലുക്കാണോ എന്ന് ഡൗട്ടുള്ള രീതിയിലുള്ള ഒരു ലുക്കിലാണ് ലാലേട്ടൻ ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റാണ് അവർ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഏകദേശം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കിയുള്ള നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംബന്ധന തീർച്ചയായിട്ടും മ്യൂസിക് ആയിരിക്കും. BGM കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആകെ പോവും. കാരണം ഒരു ഫാന്റസി സാധനമാണ്, ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് മ്യൂസിക്കുകൾ വേണം. അപ്പോൾ എന്തായാലും ഈ ഹോളിവുഡിൽ നിന്നുള്ള ഒരുപാട് ആളുകളൊക്കെ ആയതുകൊണ്ട് പ്രതീക്ഷ ഭയങ്കര കൂടുതലാണ്. കാരണം അവരുടെ വർക്ക് അത്യാവശ്യം ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള വർക്കായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം എന്നുള്ളതാണ്. പിന്നെ ചിയാൻ 62 അതിന്റെ അപ്ഡേറ്റ് എന്താ വെച്ചാൽ അതിൽ SJ സൂര്യ പുള്ളിക്കാരൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ SJ സൂര്യ ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ട് അവരൊരു സംഭവം ഇട്ടിട്ടുണ്ട്. പിന്നെ വെരി ഹാപ്പി ടു ജോയിൻ ദ റിയൽ ചിയാൻ N62, a rocking project by Chitta fame SU Arun Kumar. Very different narration. I felt that God blessing one more great success when director Arun finished his great work എന്ന് പറഞ്ഞിട്ടൊരു സാധനം SJ സൂര്യന്റെ പോസ്റ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കാണുമ്പോൾ. കാരണം SJ സൂര്യ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഗ്യാരണ്ടിയാണ്. പുള്ളിക്കാരൻ ഉണ്ടെങ്കിൽ ഇത് എന്തൊക്കെയാണെങ്കിലും SJ സൂര്യയുടെ ഒരു കിഡ്ലൻ പെർഫോമൻസ് കാണാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം ഒരു വൺ മാൻ ആർമി അല്ലെങ്കിൽ വൺ മാൻ ഷോ ചെയ്യാനുള്ള എല്ലാ കഴിവുള്ള ആളാണ്, അതിൽ നോ ഡൗട്ട്. ഓക്കെ, ഇനി പറയാനുള്ളത് നമ്മുടെ സ്വന്തം നാടായ നിലമ്പൂരുകാരനായ മമ്പാടുകാരനായ സജിൽ മമ്പാടിന്റെ കടകൻ എന്ന് പറഞ്ഞ സിനിമയുടെ കുറച്ച് അപ്ഡേറ്റുകളാണ്. കടകന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ലുക്ക് പോസ്റ്റർ നമ്മൾ അത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സോങ് വന്നിട്ടുണ്ടായിരുന്നു. ആ സോങ് എത്രയോ മില്യണൊക്കെ അടിച്ച് ട്രെൻഡിങ്ങിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ കാസ്റ്റിന്റെ 2 അപ്ഡേറ്റ് ഉണ്ട്. ഒന്ന്, ദിനേശ് പ്രഭാകർ ആസ് സഖാവ് രാഘവൻ. നെക്സ്റ്റ്, ഗീതി സംഗീത ആസ് നബീസ. ഈ 2 കഥാപാത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് വീഡിയോ സോങ് റിലീസിംഗ് ബൈ ലിജോ ജോസ് പെല്ലിശ്ശേരി ടുമോറോ 5 PM ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇവൻ ചെറിയ പരിപാടിയൊന്നുമല്ല ചെയ്യണത്, വലിയ ആളുകൾ മുഴുവൻ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാണുന്ന ആളുകൾക്ക് പ്രതീക്ഷ ഭയങ്കര കൂടുതലാണ്. കാരണം വേഫർ ഫിലിംസ്, അത് DQ പുള്ളിക്കാരനാണ്. ഇതുപോലെ ദുൽഖർ സൽമാൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്ക് അങ്ങനെ വെറുതെ ഒന്നും പോയി ഒരു സിനിമയിൽ കൈവെക്കുമല്ലോ. സോ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും അപ്പോഴേ നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പുള്ളിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ലോകേഷ് ആണ് ഫസ്റ്റ് ലുക്ക് റിവീൽ ചെയ്തത്. ഇപ്പോഴേ സെക്കൻഡ് വീഡിയോ റിലീസ് ചെയ്യുന്നത് LJP ലിജോ ജോസ് പെല്ലിശ്ശേരിയൊക്കെ വെറുതെ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നു ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് സോങ് ദുൽഖറാണ് ചെയ്തിരുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം പുള്ളിയാണല്ലോ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ LJPനെയൊക്കെ കയറി പിടിച്ചിട്ടുണ്ട് പുള്ളി. അതായത് ഈ സജില് ഓൾറെഡി ഈ LJPന്റെ ഭയങ്കര ഫാനാണെന്ന് കേട്ടിട്ടുണ്ട്, അബി പറഞ്ഞിട്ട്, വൈഫ് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയില്ല. സോ ഇവന്റെ നടത്തമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഫീൽ ചെയ്യും, ആ ഒരു ഡ്രസ്സിങ്ങും ഒരു സൈഡ് ബാഗും. സോ മറ്റൊരു LJP എന്ന് പറയുന്നില്ല, എന്നാൽ അത്തരത്തിൽ മറ്റൊരു നല്ല ഡയറക്ടറിന് ഈ സിനിമയിലൂടെ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും വിഷ് യു ദ ബെസ്റ്റ്. അപ്പൊ ഇത്രയും അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. ഈ അപ്ഡേറ്റുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ അപ്ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. നിലമ്പൂരുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മമ്പാടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഹായ് പറഞ്ഞിട്ട് പോവുക. നമ്മുടെ നടന്നു വരുന്ന സിനിമയല്ലേ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും കാണാം. കാണുന്നവരെ